നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന വാക്കാണ് അയാൾക്ക് നമ്മളിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. പലപ്പോഴും പ്രീ അനസ്തെറ്റിക് ചെക്ക് ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രീ അനസ്തേഷ്യ അസസ്മെൻറ്റ് ഒരു ബേസ് ലൈനായിട്ട് എടുത്ത് ഇന്ന കാര്യങ്ങൾ നോക്കണമെന്നൊക്കെ തീരുമാനിച്ച് ആ സമയത്ത് പേഷ്യൻ്റ് ഒരു വാക്ക് നമ്മൾ കൊടുക്കും, ഞാനുണ്ട് കൂടെ, ഞാൻ നോക്കിക്കോളും എല്ലാം. സോ അതിനുശേഷം സർജറിക്ക് തൊട്ട് മുമ്പ്, ജസ്റ്റ് ബിഫോർ ദ സർജറി, നമ്മൾ ഒരു പ്രീ ഇൻഡക്ഷൻ അസസ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു റോളുണ്ട്. ആ പ്രീ ഇൻഡക്ഷൻ അസസ്മെൻ്റ് എന്ന് പറഞ്ഞത് റീ ഇവാലുവേഷൻ ഓഫ് അനസ്തേഷ്യ അസസ്മെൻ്റ് ആണ്. അത് സർജറിയുടെ തൊട്ട് മുമ്പാണ് നടത്തേണ്ടത്. എമർജൻസി പേഷ്യൻസ് വരുമ്പോൾ ഇത് പലപ്പോഴും അനസ്തേഷ്യ ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അനസ്തേഷ്യ അസസ്മെൻറ്റ് ഇമ്മീഡിയറ്റ് ആണ് നടത്തിയത് എന്നതുകൊണ്ട് ഈ ഒരു എന്താ പറയണ്ട പ്രീ ഇൻഡക്ഷൻ അസസ്മെൻറ്റ് വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും സെപ്പറേറ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടാവണമെന്നാണ് ഈ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. അതായത് അനസ്തേഷ്യ അസസ്മെൻ്റ് അനസ്തേഷ്യോളജിസ്റ്റ് ചെയ്തതും പ്രീ ഇൻഡക്ഷൻ അസസ്മെൻ്റ് നടത്തിയതും രണ്ട് റെക്കോർഡായിട്ട് ഉണ്ടാവണം. ഇത് രണ്ടും അനസ്തേഷ്യോളജിസ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് ഒരേ സമയത്താണ് നടക്കുന്നതെങ്കിലും ബാക്ക് ടു ബാക്ക് ആയിട്ട് ആദ്യം നമ്മൾ അസസ്മെൻറ്റ് നടത്തി നമ്മുടെ പ്ലാൻ എല്ലാം എഴുതിയതിന് ശേഷം ഒരു തവണ കൂടെ വീണ്ടും അസസ്മെൻ്റ് എന്ന രീതിയിൽ ഇത് ചെയ്ത് നമ്മൾ ബാക്ക് ടു ബാക്ക് ഇത് ചെയ്യണം. ഇനി എന്തിനാണ് നമ്മൾ ഈ പ്രീ ഇൻഡക്ഷൻ അസസ്മെൻറ്റ് നടത്തുന്നത്? ആൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത അനസ്തേഷ്യ പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ്ങിനകത്ത് എന്തെങ്കിലും മാറ്റം വേണോ വേണ്ടതെന്ന് തീരുമാനിക്കാനാണ്. അങ്ങനെ തീരുമാനിച്ചാൽ അപ്പം തന്നെ അത് ഡോക്യുമെൻ്റ് ചെയ്യണം. അത്തരത്തിൽ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത് നമുക്ക് ആ പേഷ്യൻറ്റിനോട് കൊടുത്ത വാക്ക് പാലിക്കുക എന്നതും കൂടെയാണ്, ആ ഒരു വിശ്വാസത്തെ നിലനിർത്തലാണ്. അത് ടെക്നിക്കലി അനസ്തേഷ്യ വളരെ ഫിറ്റ് ആയിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. COP 13C, എ പ്രീ ഇൻഡക്ഷൻ അസസ്മെൻറ്റ് ഈസ് പെർഫോംഡ് ആൻഡ് ഡോക്യുമെൻറ്റഡ് എന്നാണ്. ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് കമ്മിറ്റ്മെൻ്റ് ആണ്. വളരെ ശ്രദ്ധയോടെ നമ്മുടെ ആശുപത്രിയിൽ നടക്കുന്നുവെന്ന് നമുക്ക് ക്വാളിറ്റിയിൽ നിന്നും നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മെഡിക്കൽ റെക്കോർഡ്സിൽ ഈ പ്രീ ഇൻഡക്ഷൻ അസസ്മെൻറ്റ് രണ്ടാമത്തെ ഒരു റെക്കോർഡായിട്ട് തന്നെ വരുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം.